മിനുങ്ങും മിന്നാമിനുങ്ങേ മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്ന് എന്തതിങ്ങനെ മിനുങ്ങും മിന്നാമിനുങ്ങേ മിന്നി മിന്നി തേടുന്നതാരേ വരുമോ ചാരേ നിന്നച്ഛൻ. വല്ലാത്തൊരു പാട്ടാട്ട ഈ പാട്ട്. എന്താ ഇതിങ്ങനെ? ഇതിലെന്തോ തെറ്റുണ്ട് ഏട്ടാ. എന്റെ വരി തീരണതിന് മുമ്പ് മ്യൂസിക് നിന്നു പോവാ. അതങ്ങനെ അതെന്തറിയോ, അത് പാട്ട് പാടുമ്പോ ഒരു താളത്ത് പാടണം, എന്നാലേ മ്യൂസിക്കിനകത്ത് നിൽക്കണം. ഞാൻ ആ താളത്തിൽ തന്നെയാ പറഞ്ഞേ. ആ കുട്ടി പാടി പോലെയല്ലേ ഞാൻ പാടുന്നേ. പക്ഷെ ഞാൻ പാടി വരി തീരുന്നതിന് മുമ്പ് മ്യൂസിക് തീർന്നു പോവാ. അപ്പൊ നീ ഒരു കാര്യം ചെയ്യ്, നീ ആദ്യം പാട്, എന്നിട്ട് മ്യൂസിക് സ്റ്റോപ്പ് ചെയ്യ്, എന്നിട്ട് പാട്ട് കഴിഞ്ഞിട്ട് മ്യൂസിക് ഇട്ടാ മതി. രണ്ടും കൂടി ഒരുമിച്ച് പോവില്ല നീ പാടുമ്പോ. എന്നെ കളിയാക്കണ്ട കേട്ടാ. കളിയാക്കണല്ല, സത്യമായിട്ട് പറഞ്ഞല്ലേ. ഞാൻ കറക്റ്റ് ആയിട്ടാ പറഞ്ഞേ. ഒരു പുച്ഛം ഏട്ടാ. എന്താ ഏട്ടാ കിടക്കാന്ന്? എനിക്കും പാട്ട് പാടി ഫേമസ് ആവണം. കേരമാമരം തണുപ്പേകും നാട്ടിലെ അരുവി കുരുവി തിരുവോണം കൊണ്ടാടാം. ഓ സദപ 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 സദപ. ഒന്നും മിണ്ടാണ്ടിരുന്ന നീ ആ കുന്തെടുത്ത് കിടന്നേട്. സത്യട്ടോ ഈ സംഘാടനത്തിന് ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയതാ. അതിന് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടോ? പക്ഷെ നിനക്ക് പാടാൻ അറിഞ്ഞൂടാ. നിനക്ക് ആകെ അറിയുന്ന കാര്യം ഇവിടെ തുള്ളി കളിക്കാനും പിന്നെ എന്നോട് തല്ലുവിടാനാണ്. ഒന്നുമല്ല, ഞാൻ നന്നായിട്ട് പാടും. നീ കിടക്കണ്ടോ? ഏട്ടൻ എന്തിനാ ലേറ്റ് ഓഫ് ചെയ്ത് കിടക്കാന്ന്. ഏട്ടൻ എന്നെ ഇങ്ങനെ പുച്ഛിക്കരുത്. ഏട്ടൻ കിടന്നേ, കിടക്ക്. പതുക്കെ പാടിക്കോ. ആ ഞാൻ ഏട്ടനെ ഉറക്കാം, പാട്ട് പാടി ഉറക്കാം. വേണ്ട വേണ്ട, നിന്റെ പാട്ടൊന്നും വേണ്ട. അങ്ങനെയൊക്കെ ഞാൻ പ്രാക്ടീസ് ചെയ്യണേ. രാരീ രാരീരം രാരോ പാടി രാക്കിളി പാടി പൂമിഴികൾ പൂട്ടി മെല്ലെ നീ ഉറങ്ങി ചായുറങ്ങി. ഞാൻ പുറത്തോടെ പോയി കിടന്നോളാം. എന്തിന്? അല്ലാതെ നല്ലത്. ഏട്ടാ എന്തിനാട്ടെ പോലെ ഞാൻ പുറത്തോടെ കണ്ട. വീട്ടിൽ നിന്ന് തന്നെ എന്നെ പ്രോത്സാഹിപ്പിക്കില്ല, പിന്നെ ഞാൻ എങ്ങനെ വലിയ കലാകാരി ആവണേ?